തീം 11 റെബൽസ് ആൻഡ് ദ രാജ്. കലാപകാരികളും ബ്രിട്ടീഷ് രാജും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, റൂമേഴ്സ് ആൻഡ് പ്രൊഫസീസ് പ്ലേഡ് എ സിഗ്നിഫിക്കൻറ്റ് റോൾ ഇൻ ദ റിവോൾട്ട് ഓഫ് 1857. വൈ? 1857 കലാപത്തിൽ കിംവദന്തികളും പ്രവചനങ്ങളും പ്രധാന പങ്ക് വഹിക്കുകയുണ്ടായി. വിശദമാക്കുക. എൻഫീൽഡ് റൈഫിളിലെ പുതിയ തിരകൾ പശുവിൻ്റെയും പന്നിയുടെയും കൊഴുപ്പ് പുരട്ടിയതാണെന്നുള്ള കിംവദന്തി പരന്നിരുന്നു. ഉത്തരേന്ത്യയിലെ പട്ടാളക്കാരുടെ ക്യാമ്പുകളിൽ ഈ വാർത്ത കാട്ടുതീ പോലെ പടർന്നു. ഹിന്ദുക്കളുടെയും മുസ്ലിങ്ങളുടെയും ജാതിയും മതവും തകർക്കാൻ ബ്രിട്ടീഷുകാർ ഗൂഢാലോചന നടത്തുകയാണെന്ന മറ്റൊരു കിംവദന്തിയും പ്രചരിച്ചു. ഈ ലക്ഷ്യത്തോടെ ബ്രിട്ടീഷുകാർ പശുവിൻ്റെയും പന്നിയുടെയും എല്ലുപൊടി ധാന്യപ്പൊടിയിൽ ചേർത്ത് കമ്പോളത്തിൽ വിൽക്കുന്നുണ്ടെന്ന കിംവദന്തി പ്രചരിച്ചു. ബ്രിട്ടീഷുകാർ ഇന്ത്യക്കാരെ ക്രിസ്തുമതത്തിലേക്ക് പരിവർത്തനം ചെയ്യാൻ ശ്രമിക്കുകയാണെന്ന കിംവദന്തിയും പ്രചരിച്ചു. റൂമേഴ്സ് ആൻഡ് പ്രൊഫസീസ് പ്ലേഡ് എ സിഗ്നിഫിക്കൻറ്റ് റോൾ ഇൻ ദ റിവോൾട്ട് ഓഫ് 1857. There was a rumor that the new cartridges of Enfield rifles were greased with the fat of cows and pigs. This rumor spread like a wildfire across the Sepoy lines of North India. There was another rumor that the British government had devised a huge conspiracy to destroy the caste and religion of Hindus and Muslims. Some people spread the rumor that British had mixed the bone dust of cows and pigs into the flour that was sold in the market with this objective. There was another rumor that the British were trying to convert Indian to Christianity. Second question, revolt in Oudh. ഔധിലെ കലാപം. 1857 കലാപത്തിൻ്റെ ഒരു പ്രധാന കേന്ദ്രമായിരുന്നു ഔധ്. അവധിലെ മണ്ണ് നീലം കൃഷിക്കും പരുത്തി കൃഷിക്കും അനുയോജ്യമായിരുന്നു. ഉത്തരേന്ത്യയിൽ ഒരു പ്രധാന കമ്പോളം സ്ഥാപിക്കുന്നതിന് ഔധിൻ്റെ സ്ഥാനം വളരെ ഉത്തമമായിരുന്നു. ഒരു നൂറ്റാണ്ടു മുമ്പ് ബംഗാളിൻ്റെ ആക്രമണത്തോടെ ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ തുടങ്ങിവെച്ച സാമ്രാജ്യ വികസന പ്രക്രിയ പൂർത്തിയാക്കാൻ ഔധ് കീഴടക്കേണ്ടത് അത്യാവശ്യമായിരുന്നു. ഔധ് വാസ് വൺ ഓഫ് ദ മേജർ സെൻറ്റേഴ്സ് ഓഫ് ദ റിവോൾട്ട് ഓഫ് 1857. The British found that the soil of Oudh was good for producing indigo and cotton. The location of this region was ideal for the development of a principal market in northern India. The occupation of Oudh was necessary to complete the process of territorial annexation started by the British with the conquest of Bengal. Third question, images of the revolt. കലാപത്തിൻ്റെ ചിത്രീകരണങ്ങൾ. 4 മാർക്കിൻ്റെ മാപ്പ് ക്വസ്റ്റ്യൻ ഈ ചാപ്റ്ററിൽ നിന്നാണ് മിക്കവാറും ചോദിക്കുന്നത്. 1857 കലാപം നടന്ന സ്ഥലങ്ങൾ അടയാളപ്പെടുത്തുക. തീം 12 മഹാത്മാഗാന്ധി ആൻഡ് ദ നാഷണലിസ്റ്റ് മൂവ്മെൻറ്റ്. മഹാത്മാഗാന്ധിയും ദേശീയ പ്രസ്ഥാനവും. ഈ ചാപ്റ്ററിൽ നിന്നാണ് എസ്സേ ചോദിക്കുന്നത്. ഈ ചാപ്റ്ററിനും 8 മാർക്കിൻ്റെ വെയിറ്റേജാണ് എക്സാമിനുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഏർലി സ്ട്രഗിൾസ് ഓഫ് മഹാത്മാഗാന്ധി. മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ആദ്യകാല സമരങ്ങൾ ഏതെല്ലാം? 1 ചമ്പാരൻ സത്യാഗ്രഹ, 2 അഹമ്മദാബാദ് മിൽ സ്ട്രൈക്ക്, 3 ഖേദ സത്യാഗ്രഹ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് വെർ ഗാന്ധിജീസ് ഏർലി അജിറ്റേഷൻസ് എഗൻസ്റ്റ് ദ ബ്രിട്ടീഷ് റൂൾ. ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ഗാന്ധിജി നടത്തിയ ആദ്യകാല പ്രക്ഷോഭങ്ങൾ ഏതെല്ലാം? 1 ദ നോൺ കോഓപ്പറേഷൻ മൂവ്മെൻറ്റ്, നിസ്സഹരണ പ്രസ്ഥാനം. 2 ദ സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റ്, സിവിൽ ആജ്ഞാ നിയമലംഘന പ്രസ്ഥാനം. 3 ക്വിറ്റ് ഇന്ത്യ. തീം 13 അണ്ടർസ്റ്റാൻഡിംഗ് പാർട്ടീഷൻ, വിഭജനത്തെ മനസ്സിലാക്കൽ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ,
ഹൗ ഡിഡ് ദ ഡിവിഷൻ അഫക്റ്റഡ് ദ വിമൻ? വിഭജനം സ്ത്രീകളെ എങ്ങനെ ബാധിച്ചു? സെക്കൻഡ് ക്വസ്റ്റ്യൻ, ദ ക്യാബിനറ്റ് മിഷൻ.